നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്കിൽ അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അത് നമ്മൾക്ക് ഒരു തൊഴിലന്വേഷകൻ എന്നുള്ള തൊഴിലന്വേഷക എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കേണ്ട, ഉറപ്പായും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ് ലീഡർഷിപ്പ് സ്കിൽ. കാരണം റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉറപ്പായും നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽ അസസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഉണ്ടാകും എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. ചിലപ്പോൾ അത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടാകാം, ചിലപ്പോൾ അതൊരു GDയുടെ ഭാഗമായിട്ടാകാം, അതും അല്ലെങ്കിൽ ഒരു ഇൻ്ററാക്ഷൻ്റെ ഭാഗമായിട്ടാകാം. നിങ്ങളൊരു നേതൃപാഠവുമുള്ള ആളാണോ എന്ന് അസസ് ചെയ്യാൻ ഏതൊരു കമ്പനിയും ഏതൊരു സ്ഥാപനവും ശ്രമിക്കും. അപ്പോൾ നമ്മളുടെ സക്സസ്സിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി. പലരും റെസ്യൂമേലൊക്കെ എഴുതി വെക്കാറുണ്ട് അല്ലേ, ലീഡർഷിപ്പ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എഫക്റ്റീവ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള സാധനം നമുക്കുണ്ടെന്ന് എഴുതാറുണ്ട്. പക്ഷേ ഇത് എന്താ സംഭവം എന്ന് പലർക്കും വലിയ ധാരണയില്ല, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം എന്നുള്ളത്. നമ്മളറിയാതെ നമ്മുടെ സ്വഭാവത്തിൽ കടന്നുകൂടുന്ന ചില കാര്യങ്ങൾ നമ്മളെ ഒരു മോശം ലീഡർഷിപ്പ് സ്കില്ലുള്ള ഒരാളായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവർ ധരിച്ചേക്കാം. പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ അങ്ങനെ ധരിക്കാനിടയായാൽ, ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ അങ്ങനെ ധരിക്കാനിടയായാൽ അത് നമുക്ക് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള ആൾക്കാരെ, അത് നമ്മളോട് ഒപ്പം വർക്ക് ചെയ്യുന്നവരാകാം, കോളേജിൽ നമ്മളോടൊപ്പം പഠിക്കുന്നവരാകാം, നമ്മളുമായി ഇടപെട്ട് നിൽക്കുന്ന ഒരു സമൂഹം, അവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കോമൺ പോയിന്റിലേക്ക് ഒരുമിച്ച് നയിക്കാനുള്ള ഒരു കഴിവ് നമ്മൾക്കുണ്ടോ, അതാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ കരുതുന്നത് പോലെ ഒരു ചാമിങ് പേഴ്സണാലിറ്റി, ഒരു ലുക്സിലൊക്കെ ഉള്ള ഭീകരമായ ഒരു ചാം, ഇതൊന്നും അല്ല അതിന് റീസൺ. അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധി ഒരിക്കലും ഒരു നല്ല ആകില്ലായിരുന്നു. പക്ഷേ അതല്ല റിയാലിറ്റി, അദ്ദേഹം നല്ലൊരു ലീഡറായിരുന്നു എന്നുള്ളതാണ് സത്യം. ലുക്സ് ഒന്നുമല്ല കാര്യം. കാരണം മഹാത്മാഗാന്ധിയെ നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ വെച്ചൊന്ന് അസസ് ചെയ്താൽ അദ്ദേഹം വളരെ കൃശഗാത്രനായ മനുഷ്യനാണ്. കൃശഗാത്രൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ശരീരമുള്ള ഒരാൾ, അതും ഒരു സ്യൂട്ടോ കോട്ടോ ഒന്നിട്ട് നടക്കുന്ന ആളല്ല. അദ്ദേഹം ഒരു അർത്ഥനഗ്നനായി നടക്കുന്ന ഒരാൾ, ഒരു വെറും മുണ്ട് മാത്രം കൊടുത്ത് ഒരു തോർത്ത് പോലും ഇടാതെ നടന്നിരുന്ന ഒരു മനുഷ്യൻ, ഒരു വടി മൂന്നി നടന്നിരുന്ന ഒരു മനുഷ്യൻ. ഇനി അദ്ദേഹത്തിൻ്റെ സംസാരം, സ്പീച്ചൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഘനഗംഭീരമായ ശബ്ദമൊന്നുമല്ല അദ്ദേഹത്തിന്, വളരെ സൗമ്യമായ ഒരു ശബ്ദമാണ്. ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോളിയം കേൾക്കാൻ പോലും പറ്റുകയുള്ളൂ. അപ്പോൾ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള, വലിയ ശരീര ഭാഷയൊന്നും അവകാശപ്പെടാനില്ലാത്ത, വളരെ ഇൻഫീരിയറായ രീതിയിലുള്ള ഡ്രസ്സിങ് ധരിച്ചിരുന്ന ഒരു മനുഷ്യന് ഇന്ത്യൻ ജനതയെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു എങ്കിൽ ലീഡർഷിപ്പ് സ്കില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കരുതിയിട്ടുള്ളതുപോലെ വേഷവിധാനങ്ങളോ അല്ലെങ്കിൽ സംസാരത്തിലെ ചടുലതയോ വലിയ ഘനഗംഭീരമായ ശബ്ദമോ ഇതൊന്നുമല്ല. ഇതിനുമൊക്കെ അപ്പുറത്ത് വ്യക്തിത്വത്തിൻ്റെ ഒരു കരിസ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. ആദ്യം ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, നമുക്ക് നല്ലൊരു ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിലാണ് ആദ്യം ആ ഒരു കഴിവ് ഉണ്ടാകേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നൊരു നല്ല ലീഡർ ഉണ്ടെങ്കിൽ, എല്ലാവരോടും സഹാനുഭൂതിയുള്ള, എല്ലാവരും നന്നാവണമെന്നും ചുറ്റുമുള്ളവർക്കൊക്കെ നല്ലത് വരണമെന്നും ആഗ്രഹമുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നാച്ചുറലി ഈ ലീഡർഷിപ്പ് സ്കില്ലെന്ന് പറയുന്നത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഒരു ലീഡർഷിപ്പ് സ്കില്ല് ചുറ്റുമുള്ളവർക്ക് ഫീൽ ചെയ്യും. ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലൊക്കെ ആണെങ്കിൽ ആ ഇൻ്റർവ്യൂവിലുള്ളവർക്കും അത് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ലീഡർഷിപ്പിൻ്റെ ആദ്യത്തെ ഒരു കോൺസെപ്റ്റാണ് സഹാനുഭൂതി. നമ്മൾ എംപതി എന്ന് പറയും. അതായത് ചുറ്റുമുള്ള ആൾക്കാരോടൊക്കെ ഒരു കരുണ, ഒരു ദയ, അവർ നമ്മുടെ ആരോ ആണ് എന്നൊരു തോന്നൽ, ഇതുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലി അവർക്ക് വേണ്ടി കൂടി പെരുമാറും, അവർക്ക് വേണ്ടി കൂടി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു GDയിലായിക്കോട്ടെ, ഒരു ഇൻ്റർവ്യൂവിലായിക്കോട്ടെ, ഇനി ലൈഫിലായിക്കോട്ടെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചുറ്റുമുള്ളവർക്ക് നമ്മളോടൊരു അടുപ്പമുണ്ടാവും, നമ്മളോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ആ മൊമെൻറ്റിൽ നമ്മളിലെ ലീഡർ ഉണരുകയാണ് സത്യം പറഞ്ഞാൽ. ആ ചുറ്റുമുള്ളവർക്ക് നമ്മളോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുക, നമ്മളോട് കെയർ ചെയ്യുക, നമ്മൾ പറയുന്ന ആശയങ്ങളോടും നമ്മളുടെ രീതികളോടും അവർക്കൊരു താല്പര്യം തോന്നുന്ന നിമിഷമാണ് നമ്മൾ അവരുടെ ഒരു ലീഡറായിട്ട് മാറുക. അപ്പോൾ ഈ ലീഡർഷിപ്പ് സ്കില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നത് പോലെ പല ഫാക്ടേഴ്സ് ഒന്നുമല്ല. നമ്മളുടെ ചുറ്റുമുള്ളവരോടുള്ള നമ്മളുടെ മനസ്സിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു കണക്ഷൻ, ഒരു വേവ് ലെങ്ത് മാച്ചിങ്, ഇവിടെയാണ് നമ്മുടെ ലീഡർഷിപ്പ് തുടങ്ങുക. അപ്പോൾ അതിന്
മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം, നല്ലതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം, ആശയവിനിമയം ചെയ്യാൻ സാധിക്കണം. അവരുടെ കാര്യങ്ങൾ നമുക്ക് അറിയാനും നമ്മളുടെ കാര്യങ്ങൾ അവരോട് പറയുന്നതിൽ ഒരു ന്യൂട്രലായിട്ട് പറയാനും നമുക്ക് സാധിക്കണം. ചില സ്വഭാവ ദൂഷ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഒന്ന് പൊങ്ങച്ചം ഞാനൊരു സംഭവമാണ് എന്നുള്ളൊരു സാധനം. രണ്ടാമത് അഹങ്കാരം, ധിക്കാരപരമായ സംസാരം, ഞാനാണ് ഈ ലോകത്തിൻ്റെ അച്ചുതണ്ട് എന്നുള്ള ചിന്ത, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന ഒരു മൈൻഡ് സെറ്റ്. മറ്റുള്ളവരൊക്കെ മോശം, വേറൊരാളുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ എന്താ അച്ചീവ്മെൻറ്റ്, ഇതൊക്കെ വലിയൊരു സംഭവമാണോ, ഞാനിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ്. സ്വന്തം കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ അവനവന് വേണ്ടപ്പെട്ട ആൾക്കാരുടെയോ അവനവൻ്റെയോ കാര്യങ്ങൾ പറയുമ്പോൾ ചെറിയ ചെറിയ നേട്ടങ്ങൾ പോലും വൻ സംഭവങ്ങളായി പ്രസൻറ്റ് ചെയ്യുക, അത് പൊങ്ങച്ചം പറയുക, മേനി പറയുക, മറ്റുള്ളവരുടെയൊക്കെ ഇൻഫീരിയർ ആയിട്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരൊരു കാര്യം നമ്മളോട് പറയുമ്പോൾ അതിൽ താല്പര്യം കാണിക്കാതിരിക്കുക, ഒന്ന് തലയാട്ടുക പോലും ചെയ്യാതെ, ഒന്ന് കേട്ടതുപോലെ പോലും ഭാവിക്കാതെ ഇരിക്കുകയും നമ്മളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അമിത ആവേശത്തോടു കൂടി പ്രസൻറ്റ് ചെയ്യുകയും അത് മറ്റുള്ളവർ ആവേശത്തോടെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ലീഡർഷിപ്പ് സ്കില്ല് വളരെ പരിതാപകരമായിട്ട് പുറകിലേക്ക് പോകും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാനൊരു സ്റ്റോറി പറയാം. ആ സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് ഈ കാര്യം ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ ഇന്ത്യയെ കണ്ട ഏറ്റവും മഹാനായ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരമായി നമുക്ക് പലപ്പോഴും പറയാൻ പറ്റുന്ന ഒരു പേരാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലുമൊക്കെ അദ്ദേഹം ഈ കഥ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു വിദേശ മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വളരെ രസകരമായി ഈ ഒരു സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ സ്റ്റോറി ഇതാണ്: 1979 ഇന്ത്യയുടെ സ്വന്തമായി തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു ലോഞ്ച് വെഹിക്കിൾ പരീക്ഷിക്കുകയാണ്. PSLVക്ക് മുമ്പുള്ളൊരു സംഭവം, അതായത് SLV-3 എന്ന് പറയുന്ന മിഷൻ, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 3 എന്ന് പറയുന്ന ഒരു സംഭവം പരീക്ഷിക്കുകയാണ് 1979. അപ്പോൾ കമ്പ്യൂട്ടേഴ്സൊക്കെ ആദ്യമായി ISRO ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു സമയമാണ്. ഏതായാലും ഈ പരീക്ഷണം നമ്മളുടെ ഈ വിക്ഷേപണ വാഹനത്തിൻ്റെ ലോഞ്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് ഉള്ള കൗണ്ട് ഡൗൺ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അവസാന നിമിഷം എത്തിയപ്പോൾ ഈ കമ്പ്യൂട്ടേഴ്സ് എന്തൊക്കെയോ എറേഴ്സ് കാണിച്ചു. അതിൽ പറഞ്ഞതിങ്ങനെയാണ്, കിട്ടിയ മെസ്സേജ് ഇങ്ങനെയാണ്: ദർ ഇസ് എ ലീക്ക് ഇൻ വൺ ഓഫ് ദ ക്രയോജനിക് എൻജിൻസ്, അതുകൊണ്ട് നമുക്ക് ഈ മിഷൻ അബോർട്ട് ചെയ്യാം എന്ന് ആ കമ്പ്യൂട്ടർ സജസ്റ്റ് ചെയ്തു. പക്ഷേ കലാം സാറ് വളരെ രസകരമായി ആ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ ഓർത്തു ഇതിലെന്തോ ഒരു പാകപ്പഴയുണ്ട്, ഇത് സത്യത്തിൽ ഇതിൽ ലീക്കും ഒന്നുമില്ല. നമ്മൾ കാൽക്കുലേഷനൊക്കെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി വി ഹാവ് ഇനഫ് ഫ്യൂവൽ, ഇതിന് ആവശ്യത്തിന് ഫ്യൂവലുണ്ട്, അപ്പോൾ ഇത് നമുക്ക് കുഴപ്പമില്ല. ഈ സജഷനെയൊക്കെ ഇഗ്നോർ ചെയ്ത്, കമ്പ്യൂട്ടർ തന്ന സജഷനെയൊക്കെ ഇഗ്നോർ ചെയ്ത് മാനുവലായിട്ട് കലാം സാറ് ഈ മിഷൻ ലോഞ്ച് ചെയ്തു. അദ്ദേഹമാണ് മിഷൻ ഡയറക്ടർ, ഓർത്തോണം, അദ്ദേഹമാണ് മിഷൻ ഡയറക്ടർ. മിഷൻ ഇൻചാർജ് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറാണ്. മാനുവലായിട്ട് മിഷൻ ലോഞ്ച് ചെയ്തു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പറന്നുയർന്ന റോക്കറ്റ് പോയതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളിൽ പോയി വീണു. ബംഗാൾ ഉൾക്കടലിൽ ഈ റോക്കറ്റ് SLV-3 പോയി പതിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസങ്ങളിലൊന്ന് എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. വൈകിട്ടൊരു 4 മണിയായപ്പോൾ ഒരാൾ ക്യാബിനിലേക്ക് കയറി വന്നു. കലാം സാർ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഒരാൾ കയറി വന്നു. ആരാന്നറിയോ വന്നത്? ഡോക്ടർ സതീഷ് ധവാൻ, ISROയുടെ ചെയർമാൻ. അദ്ദേഹം വന്നിട്ട് കലാം സാറിനോട് പറഞ്ഞു, ഓക്കെ കലാം, കം വിത്ത് മീ ഫോർ എ പ്രസ് മീറ്റ്. വൈകിട്ടൊരു പത്രസമ്മേളനം നടത്തണമല്ലോ, ഈ ഗംഭീര പരാജയം ഒന്ന് അറിയിക്കേണ്ടേ നാട്ടുകാരെ. അപ്പോൾ അതിന് എൻ്റെ കൂടെ വരൂ, നമുക്കൊരു പ്രസ് മീറ്റ് നടത്തണം എന്ന് സതീഷ് ധവാൻ വളരെ പരുഷമായി പറഞ്ഞു. കലാം സാർ വളരെ ഇന്നസെൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ പറയുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഐ തോട്ട് ഐ വിൽ ബി ദ കൾപ്രിറ്റ്. ഞാൻ ഓർത്തത് ഞാനാണ് ഇതിൽ കുറ്റവാളിയാകാൻ പോകുന്നത്. എന്നെ അവിടെ ഇട്ട് ക്രൂശിക്കാൻ പോവുകയാണ് ഇദ്ദേഹം ആ പത്രസമ്മേളനത്തിലിട്ട്. അതാണ് ഇദ്ദേഹത്തിൻ്റെ പദ്ധതി എന്ന് തോന്നുന്നു. അദ്ദേഹം ഭയങ്കര സമ്മർദ്ദത്തിലായി. 6 മാസമായിട്ട് ഉറക്കവുമില്ലാതെ ഊണുമില്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. ഇന്നാകെ മോശം ഒരു ദിവസമാണ്, പരാജയപ്പെട്ടു. അതിൻ്റെ കൂടെ വൈകിട്ട് ഇനി പത്രസമ്മേളനത്തിന് അവിടെ കൊണ്ട് നാണം കെടുത്താൻ ഉള്ള പ്ലാനാണോ എന്ന് അദ്ദേഹം സംശയിച്ചു. പത്രസമ്മേളനത്തിൽ ഇദ്ദേഹം മനസ്സോടെ പോയി. സതീഷ് ധവാനും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. സതീഷ് ധവാൻ ഇസ് ദ ചെയർമാൻ ഓഫ് ISRO. കലാം സാർ വാസ് അറ്റ് ദാറ്റ് ടൈം അദ്ദേഹം അതിൻ്റെ ഒരു മിഷൻ ഡയറക്ടർ, അതായത് ഈ പരാജയപ്പെട്ട മിഷൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. പത്രസമ്മേളനത്തിൽ ചെന്നപ്പോൾ പത്രക്കാർ ചോദിച്ചെന്താണെന്നറിയോ? യു ഹാവ് ഡംപ്ഡ് ഓൾമോസ്റ്റ് എ ഫ്യൂ ക്രോർസ് ഓഫ് റുപ്പീസ് ഇൻ ടു ദ ബേ ഓഫ് ബംഗാൾ. ബംഗാൾ ഉൾക്കടലിലേക്ക് കോടിക്കണക്കിന് രൂപ നിങ്ങൾ കൊണ്ട് തള്ളി. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ISROക്കാർക്ക് എന്ന് ചോദ്യം വന്നു പത്രക്കാരിൽ നിന്ന്. കലാം സാർ ആകെ ഞെട്ടി വിയർത്തിരിക്കുകയാണ്. എന്തു പറയുമെന്നോർത്ത്. അദ്ദേഹത്തിന് ഒന്നും പറയേണ്ടി വന്നില്ല. എന്താ സംഭവം എന്നറിയോ?
സതീഷ് ധവാൻ അവിടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹം മുന്നിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വി ലോസ്റ്റ് ദ മിഷൻ, ബട്ട് ഐ എം 100% ഷുവർ ദാറ്റ് വി വിൽ വിൻ ദിസ് മിഷൻ by rectifying all the mistakes that we made this time. We will relaunch this mission and we will make this successful. ഞങ്ങൾ പരാജയപ്പെട്ടു. അദ്ദേഹമാണ് ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുത്തത്. ചോദ്യങ്ങളെല്ലാം അദ്ദേഹം ഏറ്റെടുത്തു. പരിഹാസം കലർന്ന ചോദ്യങ്ങൾ, പുച്ഛം കലർന്ന ചോദ്യങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, രാജ്യദ്രോഹി എന്ന് വരെ പറഞ്ഞ ഒരു സാഹചര്യമുണ്ടായി പല മാധ്യമങ്ങളും. ആ ചോദ്യങ്ങളെയൊക്കെ സതീഷ് ധവാൻ ഏറ്റെടുത്തു. കലാം സാറിനെ ഒരു നിഴൽ പോലെ പുറകിൽ നിർത്തി സംരക്ഷിച്ച് അദ്ദേഹം മുന്നിൽ നിന്ന് പ്രോഗ്രാം ഡയറക്ടറെ കടിച്ചു കയറാൻ ഇട്ട് കൊടുക്കാതെ ISROയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുത്തു. വി ഫെയിൽഡ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ദേ ഫെയിൽഡ് എന്നല്ല പറഞ്ഞത്. എൻ്റെ ടീമുണ്ടല്ലോ അവർ ഫെയിൽ ചെയ്തു എന്നല്ല പറഞ്ഞത് അദ്ദേഹം. വി ഫെയിൽഡ് ആൻഡ് ഐ എം 100% ഷുവർ ദാറ്റ് വി വിൽ വിൻ ദിസ് ഇൻ ഫ്യൂച്ചർ ആൻഡ് വി ആർ സ്റ്റാർട്ടിങ് അവർ ഫർദർ റിസർച്ച് എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു. കലാം സാറിന് വലിയ ആശ്വാസമായി. കാരണം ഒന്നും പറയേണ്ടി വന്നില്ല. ഒരു കുറ്റപ്പെടുത്തലും അദ്ദേഹം സതീഷ് ധവാൻ നടത്തിയില്ല. എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ ഉത്തരവാദിത്വങ്ങളും അദ്ദേഹം ഏറ്റെടുത്തു. പിറ്റേ ദിവസം മുതൽ അവർ ഗവേഷണം വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. ദ ഷോ ഷുഡ് ഗോ ഓൺ, അല്ലേ? ദ ഷോ നീഡ്സ് ടു ഗോ ഓൺ. അവിടെ കൊണ്ട് പരാജയപ്പെട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അവർ കഷ്ടപ്പെട്ട് പണിയെടുത്തു. ഏതാണ്ട് ഒരു വർഷക്കാലം പണിയെടുത്തു. 1980 ISROയുടെ ഈ മിഷൻ റീലോഞ്ച് ചെയ്തു ആസ് PSLV, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇത്തവണ അവർ വ്യക്തമായൊരു പേലോഡ് അതിൽ ഉപയോഗിച്ചു. ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒരു പേലോഡ്. ഈ പേലോഡ് കൃത്യമായി ഉദ്ദേശിച്ച ഓർബിറ്റിലേക്ക് എത്തിക്കുവാൻ ISROയ്ക്ക് സാധിച്ചു. ഒരു കാര്യം ഓർക്കണമേ, 79 പരാജയപ്പെട്ട അതേ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിനെയാണ് സതീഷ് ധവാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, ISROയുടെ ചെയർമാൻ, 1980 റീലോഞ്ച് ചെയ്ത PSLV മിഷൻ്റെ പ്രോഗ്രാം ഡയറക്ടർ അല്ലെങ്കിൽ മിഷൻ ഡയറക്ടറായിട്ട് ഉത്തരവാദിത്തപ്പെടുത്തിയത്. പരാജയപ്പെട്ടയാളെ അതേ ആളിനെ ഉത്തരവാദിത്തപ്പെടുത്തി. പിന്നീട് സതീഷ് ധവാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഐ വാസ് 100% ഷുവർ ദാറ്റ് ഇഫ് സമ്മൺ കുഡ് ഡു ദിസ് ഇറ്റ് വാസ് ഓൺലി ഡോക്ടർ കലാം. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇദ്ദേഹം പരാജയപ്പെടുകയൊക്കെ ചെയ്തു, പക്ഷേ ഇദ്ദേഹത്തിനെ കൊണ്ടേ സാധിക്കൂ ഇത് അടുത്ത തവണ റീലോഞ്ച് ചെയ്യാൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഉത്തരവാദിത്തപ്പെടുത്തിയത്. സതീഷ് ധവാൻ വാസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് അബ്ദുൽ കലാം സർ. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതും അവിടെ നിൽക്കട്ടെ. 1980 PSLV മിഷൻ വൻ വിജയമായി. ഇന്ത്യ ലോകത്ത് ഏതാണ്ട് 4-5 രാജ്യങ്ങൾക്ക് മാത്രം നേടാൻ സാധിച്ച വിജയം. അന്നത്തെ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ പോലെയുള്ള കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രം നേടാൻ സാധിച്ച വിജയം. സ്വന്തമായി ഒരു വിക്ഷേപണ വാഹനത്തിൽ ഒരു പേലോഡ് കൃത്യമായി എത്തിക്കുക. അതിനു മുമ്പ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് നമ്മുടെ സാറ്റലൈറ്റ് ഇതുകൂടെ കയറ്റി വിടാമോ എന്ന് ചോദിച്ച് സപ്പോർട്ട് എടുക്കുകയായിരുന്നു. അതിന് പകരം സ്വന്തം വിക്ഷേപണ വാഹനം നമുക്ക് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. നമ്മളുടെ ഡിസിഷൻ നമ്മൾക്ക് ഉണ്ട്. വലിയ വിജയമാണ്. വൈകിട്ട് വലിയൊരു പത്രസമ്മേളനം നടത്തണം. കലാം സാർ പറഞ്ഞത് എന്താണെന്നറിയോ? ആ വിജയിച്ച ദിവസം സതീഷ് ധവാൻ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഡോക്ടർ കലാം, യു ഗോ ആൻഡ് മീറ്റ് ദ പ്രസ് ബിക്കോസ് ദിസ് ഈസ് യുവർ സക്സസ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞ തവണത്തെ പോലെ നമ്മൾ ഒരുമിച്ച് പ്രസ് മീറ്റ് ഒന്നും നടത്തണ്ട. ഇത്തവണ താങ്കൾ പോയി പ്രസ് മീറ്റ് നടത്തൂ. ഇത് താങ്കളുടെ വിജയമാണ്. ഞാൻ ഈ കഥ പറഞ്ഞത്, കലാം സാർ പറഞ്ഞ ഈ സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങളോ ഞാനോ ആയിരുന്നു സതീഷ് ധവാൻ്റെ സ്ഥാനത്ത് എങ്കിൽ, ISRO ചെയർമാനായിരുന്ന സതീഷ് ധവാൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആയിരുന്നുവെങ്കിൽ 79 ആ ദയനീയ പരാജയം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ ഇന്ത്യയിലേ കാണില്ല. നമ്മളൊരു ടിക്കറ്റ് എടുത്ത് സിംഗപ്പൂർക്കോ ദുബായ്ക്കോ പോകും. എന്നിട്ട് പറയും ആ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യട്ടെ, അയാൾ എന്തോ ചെയ്തിട്ട് അത് മിഷൻ പരാജയപ്പെട്ടു. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ലെറ്റ് ഹിം ആൻസർ ദ പ്രസ്, ലെറ്റ് ഹിം ബി ആൻസറബിൾ ഫോർ ദിസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ നേഷൻ. നമുക്കെന്താ ഉത്തരവാദിത്വം? ഞാൻ ISROയുടെ ചെയർമാൻ മാത്രമല്ലേ, അദ്ദേഹമല്ലായിരുന്നോ മിഷൻ ഇൻചാർജ്? ഏതെങ്കിലും പത്രക്കാർ വിളിച്ച് ചോദിച്ചാൽ പറയും, ദേണ്ട മുടി വളർത്തിയ മനുഷ്യനെ കണ്ടോ, ഹീ ഈസ് ദ പേഴ്സൺ, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി എന്ന് പറയും. നമ്മൾ രാജ്യം വിട്ട് അന്നത്തെ ദിവസം രക്ഷപ്പെടും. വി വിൽ നെവർ ടേക്ക് റെസ്പോൺസിബിലിറ്റി. 1980 വിജയം വന്ന ദിവസം നമ്മളായിരുന്നെങ്കിൽ, നിങ്ങളോ ഞാനോ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം റേമണ്ട്സിൻ്റെ ഷോറൂമിൽ പോയി ഒരു പുതിയ സ്യൂട്ട് വാങ്ങും, അല്ലേ? എന്നിട്ട് ആ സ്യൂട്ടും ഒക്കെ ഇട്ട് നമ്മൾ പത്രക്കാരുടെ മുന്നിൽ വന്നിട്ട് പറയും, ഐ ആൻഡ് മൈ ബോയ്സ് ഡിഡ് വെൽ. ഞാനും എൻ്റെ കുട്ടികളും ഭംഗിയായിട്ട് ചെയ്തു. ആ ഡോക്ടർ കലാം അദ്ദേഹമൊക്കെ വലിയ കുഴപ്പമില്ല ജോലിയൊക്കെ എടുത്തു. ബട്ട് എല്ലാ മാലകളും എൻ്റെ കഴുത്തിലേക്ക് ഇട്ടോളാൻ നമ്മൾ ആവശ്യപ്പെടും, അല്ലെങ്കിൽ എല്ലാ ബൊക്കകളും എനിക്ക് തന്നോളാൻ നമ്മൾ ആവശ്യപ്പെടും. കലാം സാർ ഈ സ്റ്റോറി
അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയത്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ലീഡർഷിപ്പ് എന്താണ് എന്ന് പറയണം. അദ്ദേഹം വ്യക്തമായി ഇത് പറയുന്നുണ്ട്. വെൻ ദർ ഇസ് എ ഫെയിലിയർ, ദ ലീഡർ ഷുഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി. വെൻ ദർ ഇസ് എ സക്സസ്, എ ലീഡർ ഷുഡ് ഷെയർ ദ സക്സസ് ഓർ ഷെയർ ദ ക്രെഡിറ്റ്സ് വിത്ത് എവ്രി വൺ ഇൻ ദ ടീം. നമ്മൾ പലപ്പോഴും നേരെ തിരിച്ചാണ് ചിന്തിക്കാറുള്ളത്. ഒരു വിജയമുണ്ടായാൽ അതെങ്ങനെയെങ്കിലും എൻ്റെ മാത്രം വിജയമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കും. ഒരു പരാജയം ഉണ്ടായാൽ അത് തലയിൽ കെട്ടിവെക്കാനുള്ള ഒരാളെ നമ്മൾ അന്വേഷിക്കും. എങ്ങനെയെങ്കിലും അവരുടെ തലയിൽ കെട്ടിവെച്ചാൽ നമുക്ക് തടി തപ്പാമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ ഓർക്കും ഇതൊരു വലിയ വിജയമാണ്, അതൊരു വലിയ നേട്ടമാണ്, അങ്ങനെ ചെയ്താൽ നമ്മളുടെ ഇമേജ് ഒന്നുകൂടെ ബെറ്റർ ആവും. സത്യാവസ്ഥ അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മൾ ആരെയോ കാണിക്കാൻ വേണ്ടിയായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് ആരെയാണെന്നറിയോ? നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട, നമ്മളെ ചുമലിലേറ്റേണ്ട, താങ്ങി നിർത്തേണ്ട നമ്മുടെ സപ്പോർട്ട് ഫോഴ്സ് നമുക്കപ്പോൾ നഷ്ടപ്പെടും. അവർ പിന്നെ നമ്മളെ ഒരിക്കലും മൈൻഡ് ചെയ്യില്ല. അതേസമയം ഒരു പരാജയം ഉണ്ടാകുമ്പോൾ ആ ടീമിൻ്റെ ചുറ്റുമുള്ളവരുടെ കൂടെ നമ്മൾ നിന്നാൽ ദേ വിൽ ഗീവ് ലൈഫ് ഫോർ യു. അതൊരു വലിയ പാഠമാണ്. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മുടെ സോഷ്യൽ ലൈഫിലും നമ്മൾ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലുമൊക്കെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ ആ ഒരു ആംഗിളിലൂടെ ചിന്തിച്ച് അവരെ നമുക്ക് കൂടെ നിർത്താം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമുക്കിത് സാധിച്ചെന്നിരിക്കില്ല. പല സിറ്റുവേഷനുകളിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ മറ്റുള്ളവർ ബിഹേവ് ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മളുടെ ബിഹേവിയറിനെ നമുക്ക് പരിവപ്പെടുത്താൻ സാധിക്കണം. സോ ലീഡർഷിപ്പ് ഈസ് എ ബിഗ് തിങ് ഡിയർ ഫ്രണ്ട്സ്. ഇത് ഒന്ന് മനസ്സിൽ കരുതുക. അടുത്ത തവണ ആരെങ്കിലുമൊക്കെയായി ഇടപെടുമ്പോൾ, ഏതെങ്കിലുമൊക്കെ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഇൻ്റർവ്യൂവിലോ GDയിലോ അതല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ മറ്റ് വ്യക്തികളുമൊക്കെയായി അല്ലെങ്കിൽ ഒരു സമൂഹവുമായി ഇടപെടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്തിരുന്നോണം. നമ്മൾ അവരുടെ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ഒരു നല്ല ലീഡറായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ? അവരെ സപ്പോർട്ട് ചെയ്ത്, അവരെ പ്രൊമോട്ട് ചെയ്ത്, അതിലൂടെ അവർ നമ്മളെ തിരിച്ച് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എത്താൻ സാധിച്ചാൽ നമ്മൾ നല്ലൊരു ലീഡറായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇത് പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.